എന്താണ് കൂടം, ആരാണ് കൂടം, എങ്ങനെയാണ് കൂടം എന്ന് ഞങ്ങൾക്ക് പേര് വീണത് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു മനുഷ്യനെ ആരും കണ്ടിട്ടില്ല. ഞാൻ അതിന് പറയാൻ ആളല്ല. വർക്ക്ഷോപ്പ് പണിക്കാരനായിരുന്നു. പേര് പറ. പേരോ? പേര് കൂടം. ഇനി വിളിക്കരുത്. കത്തായി വെറുതെ വിടടാ അവനെ. അങ്ങനെയാ പേര് വീണത്. കാലല്ലോ അതിന്റെ കൈ കുത്തുന്നല്ലേ. അഭിമാനത്തോടെ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ അത്താത്താനെ വിളിച്ച പേരല്ലേ. നീ ഇതിനകത്തുണ്ടോ? ഞാനും ഉണ്ട്. പേരെന്നാ? കൂടം ബ്രോ. ഗുണ്ടകളാണ്, ഗുണ്ടകൾ സംഭവങ്ങളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. ഓ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കൂടംബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരത്ത് പറഞ്ഞില്ലേ, ആ സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് കൂടം എന്ന് വെച്ചാൽ എന്താണ്, കൂടം എന്ന് വെച്ചാൽ ആരാണ്, എങ്ങനെയാണ് ആ പേര് വീണത് എന്നുള്ള സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് എടുക്കാൻ. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ തൊടുപുഴ കേട്ടോ. തൊടുപുഴ വെങ്ങല്ലൂർ അകത്താട്ടോ. ഒരു നമ്മുടെ വൈഫിൻ്റെ ചേട്ടത്തി അക്കച്ചീനെ കൊണ്ട് വിടാൻ വന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ കാഞ്ഞിരപ്പള്ളി പോകാം കേട്ടോ. അപ്പം ഈ സ്പോട്ട് കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തി നോക്കി. ഇതുപോലുള്ള ഏരിയ കാണുമ്പോൾ എനിക്കൊരു പാട്ട് ഓർമ്മ വരും. തന്തനോ തനനോ തന്തനോ. ആ പാട്ട് ആരാ പാടിയെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത അണ്ണച്ചി കേട്ടോ. പുള്ളിയുടെ പേര് ഹാറൂൺ എന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ ആളുണ്ട് കേട്ടോ. പുള്ളിയായിരിക്കും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം നമുക്കിനി നേരെ കാഞ്ഞിരപ്പള്ളി പോയിട്ട് കാണാം. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ തൊടുപുഴ എന്നൊരു വീഡിയോയിൽ വിട്ടിട്ട് നേരെ കാറ് കൊണ്ട് പട്ടിമെറ്റ് വിട്ടിട്ട് അവിടുന്ന് ബൈക്ക് വിടുത്ത് നേരെ ഇങ്ങ് വന്നു കേട്ടോ. ഓ ഗൈസ്, നേരെ വന്നു കേട്ടോ. അണ്ണച്ചിയുടെ വീട്ടിൽ വന്നു കേട്ടോ. ഇതാണ് അണ്ണച്ചിയുടെ വീട്. ഓ ഗൈസ്, ഇതാട്ടോ എൻ്റെ അണ്ണച്ചി. ഓ ഗൈസ്, അതുപോലെ തന്നെ അണ്ണച്ചിയുടെ വണ്ടി കേട്ടോ. ഇത് ബുള്ളറ്റും ഇത് സാൻഡ്രോ. ആദ്യം അണ്ണച്ചിക്ക് ഉണ്ടായിരുന്ന ഒരു 2006 ആൾട്ടോ ആയിരുന്നു. ആ ആൾട്ടോയുടെ മിനിയേച്ചർ കാണിക്കാം കേട്ടോ. ഓ ഗൈസ്, ആൾട്ടോയുടെ മിനിയേച്ചർ ഗൈസ് കാണും. അണ്ണച്ചി പണിയിപ്പിച്ച കേട്ടോ. പക്ഷേ വണ്ടി ഫുള്ള് പോയി. ആൾട്ടോ ഇത് കഴിഞ്ഞത് സാൻഡ്രോ എടുത്ത് കഴിഞ്ഞത് ഇതുണ്ടോ, സാൻഡ്രോയുടെ മിനിയേച്ചർ. അണ്ണച്ചി ഒരു വണ്ടിപ്രാന്തനാണ് കേട്ടോ. ഇത് കൊടുത്തു, ഇത് 2006 മോഡലാണ്, അത് കൊടുത്തു. അത് കഴിഞ്ഞെടുത്ത വണ്ടി കേട്ടോ. ഇത് അതിൻ്റെ മിനിയേച്ചറായിരിക്കുന്നത്. ഓ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അണ്ണച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാനും അണ്ണച്ചിയുടെ 3 പിള്ളേരും നേരെ നമ്മുടെ അത്തച്ചിയുടെ അമ്മ അടുത്തോട്ട് വന്നു കേട്ടോ. അണ്ണച്ചിയുടെ 3 പിള്ളേരെ കാണിക്കാം കേട്ടോ. പേര് പറയടി. ഇത് മൂത്തവള്. പേര് പറ. സുർമി ഹാറൂൺ, സജിത ഹാറൂൺ, ആമിന ഹാറൂൺ. അത് ഇവരുടെ കൂട്ടുകാരികളാണ് കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ ഇനി നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എന്താണ് കൂടം, ആരാണ് കൂടം, എങ്ങനെയാണ് കൂടം എന്ന് ഞങ്ങൾക്ക് പേര് വീണത് എന്നുള്ള സംഭവം പറഞ്ഞുതരാം കേട്ടോ. അതൊരു അണ്ണച്ചോട് ആദ്യം ചോദിക്കാം. പറ. കൂടം എന്ന് പറഞ്ഞു അത് ഞാൻ അതിന് പറയാൻ ആളല്ല. നമ്മുടെ അത്താടെ അമ്മ ഉണ്ട്, അവർക്ക് ചോദിക്കാം. ഓക്കെ, അത് നമ്മുടെ കൊച്ചത്താട് വീടാണ് കേട്ടോ. നമ്മുടെ അതായത് പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ അത്തച്ചിയുടെ അമ്മ, അത്തച്ചിയുടെ അത്ത മരിച്ചുപോയി. അത്തച്ചിയുടെ അമ്മ ഉണ്ട് കേട്ടോ. അമ്മ ഡീറ്റെയിൽ ആയിട്ട് പറയും നിങ്ങളോട്. നമ്മുടെ അത്താമ്മയാണ് കേട്ടോ. പേര് പറ. പേരോ? പേര് കൂടം. വെറുതെ വിടടാ അവനെ. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ അത്താമ്മയുടെ വീട്ടിൽ വന്നു. ഇനിയിപ്പം എന്താണ് ആ സംഭവം, എന്താണ് കൂടം എന്ന് വെച്ചാൽ എന്താണെന്നുള്ളത് നമ്മുടെ അത്താമ്മി പറയും കേട്ടോ. കേൾക്കത്തില്ല എനിക്ക്. പറഞ്ഞോ. എന്നാ പറയണ്ടേ? ഞാനൊരു ചാനൽ തുടങ്ങി. അപ്പോഴത്തെ ഞാൻ കൂടം ബ്രോ എന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരെല്ലാം ചോദിച്ചു അതെന്താണ് സംഭവം എന്ന് ചോദിക്കുക, അതെന്താന്ന്. അപ്പം അതിനെക്കുറിച്ച് തമിഴുടെ പേര് പറ ആദ്യം. എന്റെയോ? എൻ്റെ പേര് ജമീല ഇസ്മായിൽ. എൻ്റെ ഞങ്ങളുടെ അത്തച്ചിയുടെ അമ്മയാണ് കേട്ടോ. പിന്നെ കൂടെ വന്ന് വിളിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പുള്ളി വർക്ക്ഷോപ്പ് പണിക്കാരനായിരുന്നു. കൂട്ടുകാരൻ കൂടെ എടുത്ത് ഇരുമ്പടിക്കുന്നത് കണ്ട് സഹായിക്കാൻ പോയതാ. അപ്പോൾ ഡ്രൈവർമാരെല്ലാം കൂടി വന്നുകൊണ്ട് കൂടെ വന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാ പേര് വീണത്. ഓക്കെ, അതായത് നമ്മുടെ അത്താത്താക്ക് ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അത്താത്താക്ക് പണിയാനായിട്ട് കൂടം വേണം അല്ലേ. മെക്കാനിക്കായിരുന്നു ആൾ, പക്ഷേ പിറ്ററായിരുന്നു. ആ ബാക്കി പറ. അതായത് നമ്മുടെ അത്താത്ത എന്ന് പറയുന്നത് PS മുഹമ്മദ് ഇസ്മായിൽ. അദ്ദേഹം മരണപ്പെട്ടു 2013 ജൂലൈ 4 തീയതി മരണപ്പെട്ടു. ഞങ്ങൾ 8 അത്താത്താക്കും ഈ അത്താമിക്കും, അതായത് അത്താടെ അമ്മാനെയാണ് അത്താമി എന്ന് പറയുന്നത്. അത്താത്താക്കും അത്താമിക്കും 8 മക്കളും അതിൽ 19 ഞങ്ങൾ അടങ്ങുന്ന പേരമക്കളും. ആ പേരമക്കളുടെ മക്കളെന്ന് പറയുന്നത് 12 പേരുമാണ്. അപ്പം ഈ അത്താത്ത ഞാൻ പറഞ്ഞല്ലോ മരണപ്പെട്ടെന്ന്. ഞങ്ങളുടെ അത്താത്ത എന്ന് പറയുന്നത് ഫിറ്റർ, അതായത് വർക്ക്ഷോപ്പ് മെക്കാനിക്കാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് വണ്ടിപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ
വർക്ക് ചെയ്യുമ്പം കൂടം ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഈ കൂടം എന്ന് പറഞ്ഞ പേര് വീണെന്നാണ് അത്താമി പറഞ്ഞത്. അപ്പോൾ നമ്മളതിനകത്ത് പറയാൻ ആളല്ല, അപ്പോൾ അത്താമിയാണ് ഇരുമ്പടിക്കുന്നത് അത്. അപ്പോൾ അങ്ങനെ പേര് വന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടം എന്ന് വിളിക്കുന്നു. പക്ഷേ നമുക്കതിനകത്ത് ഒരു ഇതൊന്നുമില്ല. ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ പറയും, ഞങ്ങളുടെ അത്താത്താനെ വിളിച്ച പേരല്ലേ, ഞങ്ങൾ പണിയെടുത്തതിൻ്റെ പേരിലല്ലേ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഞങ്ങളെ അങ്ങനെ പറഞ്ഞാലേ ഞങ്ങളെ അറിയത്തുള്ളൂ. അപ്പം ആ പാവത്തിനെ വിട്ടേരുടെ മക്കളെ അങ്ങനെ അത്താത്തായ ഇനി വിളിക്കരുത്. ആരോ വിളിച്ചപ്പോ താജു കൊത്ത വഴക്ക് പറഞ്ഞു, എന്നെങ്കിലും ഞങ്ങളുടെ അത്തായ വെറുതെ വിട്ടേരെ എന്നും പറഞ്ഞു. ഓ ഗൈസ്, അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ കേറ്ററിങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ 3 പേരും കേറ്ററിംഗ് നോക്കണം, ഞാനും എൻ്റെ അണ്ണച്ചിയും ഇളയവനും. അപ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത് അണ്ണച്ചനെ വിളിച്ചുകൊണ്ടിരുന്നത് വലിയ കൂടം, എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് കൊച്ചുകൂടം, അനിയനെ വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കുഞ്ഞുകൂടം. അങ്ങനെയാണ് ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് കൂടത്തിൻ്റെ കഥ. കൂടം എന്ന് പറയുന്നത് അത് നാട്ടിൽ പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിക്കാർക്കെന്ന് പറയുമ്പം എല്ലാവർക്കും ഇവിടെ ഇരട്ടപ്പേര് കൊണ്ടാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഏരിയയിൽ ഇരട്ടപ്പേര് വെച്ചാണ് എല്ലാവരും അറിയപ്പെടുന്നത്. കാരണം ഇപ്പം ഞങ്ങളുടെ അത്തത്താന്ന് പറഞ്ഞ ഇസ്മായിൽ, അങ്ങനെ 10-15 ഇസ്മായിൽമാർ കാണും. അപ്പോൾ എല്ലാവരും തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ വിളിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം അത്താത്താടെ കൂട്ടുകാരന്മാർ വിളിച്ചതാ കൂടെ വന്ന് ഈ കൂടെ എടുത്ത് അടിക്കുന്ന കണ്ടോണ്ടാ കൂടെ ഇസ്മായിലേ അങ്ങനെയാ പേര് വീണത്. അല്ലാതെ അത്താ കൂടെ ഒന്നും അല്ല, ചുമ്മാ അല്ല വിളിച്ചത്. അത്താക്ക ആ വർഷം രാഘവൻ ചേട്ടൻ ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യനാവാനേ, അയാൾ കൂടെ വെട്ടടിക്കുന്ന കാണുമ്പോൾ അത്താക്ക് സങ്കടമാണ്. അതിന് അത്താ പോയി സഹായിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ അത്താത്താക്ക് ആ പേര് വീണത്. അത് പിന്നെ കാലക്രമേണ ഞങ്ങൾക്കും കിട്ടിയ ആ പേര്. ഞങ്ങളെ കൂടം എന്ന് പറഞ്ഞാലേ കാഞ്ഞിരപ്പള്ളി അറിയത്തുള്ളൂ. അതാണ് കേട്ടോ സംഭവം. തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ വേണ്ടി വിളിക്കുന്ന. ഞാൻ പറഞ്ഞില്ലേ, ഒരേ പേരുകാരൻ തന്നെ 3, 4, 5 പേരുകാർ കാണും ഈ കാഞ്ഞിരപ്പള്ളി ലൊക്കാലിറ്റി തന്നെ. അപ്പം തിരിച്ചറിയാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഇരട്ടപ്പേരെന്ന് പറയും മലയാളത്തിൽ. അപ്പം അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇരട്ടപ്പേരുകളുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ കാരണന്മാർക്കും വീണു. അങ്ങനെയാണ് അറിഞ്ഞത്. മോദിയും പറമ്പിൽ മുഹമ്മദ് ഇസ്മായിൽ എന്നാ പുള്ളിയുടെ പേര്. അവരുടെ അത്താടെ പേര് സെയ്ദ് മുഹമ്മദ് എന്നാ. മോദിയും പറമ്പിൽ സെയ്ദ് മുഹമ്മദ്. ഓ ഗൈസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ അത്താടെ അത്ത എന്ന് പറഞ്ഞാൽ അത്താടെ അത്ത, അതായത് ഞങ്ങളെല്ലാം പേട്ടയത്താന്ന് വിളിക്കും. പേട്ടയത്ത, അത്തത്താടെ അത്ത, എൻ്റെ അത്താടെ അത്ത പറഞ്ഞ കൂടം എന്ന് പറഞ്ഞില്ലേ, ആ അത്താടെ അത്ത എന്ന് പറയുന്നത് എന്നാ പേര്? സെയ്ദ് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മോദിയും പറമ്പിൽ സെയ്ദ് മുഹമ്മദ്. അപ്പം അദ്ദേഹമൊക്കെ കാഞ്ഞിരപ്പള്ളിയിലെ ആദ്യകാലത്തെ ഡ്രൈവർമാരിൽപ്പെട്ട ഒരാളായിരുന്നു. ആദ്യകാലത്ത് കാഞ്ഞിരപ്പള്ളിയിൽ വണ്ടിയൊക്കെ ഇറങ്ങിയ സമയത്ത് 1910 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും വണ്ടി ഇറങ്ങിയെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു 20-30 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ, 1930 കാലഘട്ടത്തിൽ. അപ്പോൾ അന്നത്തെ ഡ്രൈവർമാരായിരുന്നു. പിന്നെ അത് വണ്ടിപ്പണിയായിട്ട് അവർ തുടർന്നു പോകുന്നു. എൻ്റെ അത്ത, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷമീം, ഞാനേട്ടോ, അതുപോലെ തന്നെ അനിയന് ഇളയത് അച്ചു, ഇവരൊക്കെ എല്ലാവരും ഡ്രൈവർമാരും മെക്കാനിക്ക് പഠിച്ചവരൊക്കെ തന്നെയാണ്. ഞാൻ തന്നെയും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം വെറ്റിലെയും ദക്ഷിണ വെച്ച് ഒരു വർക്ക്ഷോപ്പിന് കീഴിൽ, പക്ഷേ എനിക്ക് തുടരാൻ സാധിച്ചില്ല. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം വണ്ടിപ്പണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഡ്രൈവർമാരൊക്കെ തന്നെയാണ്. അങ്ങനെ അതുപോലെ തന്നെ എന്നെ അത്തച്ചുകൊണ്ട് +2 കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ വിട്ടു. ഞാനൊരു 5 കൊല്ലം ആ ഫീൽഡായിരുന്നു. കറക്റ്റ് ആ കൊറോണ സമയത്ത് ഞാൻ നേരെ ഡ്രൈവിംഗ് ഫീൽഡിലോട്ട് ചാടി. ആ ഫീൽഡ് വിട്ടു കേട്ടോ. ഇപ്പം ആ ഫീൽഡിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചത്താമരെല്ലാം മെക്കാനിക്ക് പോയതാ കേട്ടോ. നമ്മുടെ 7 കൊച്ചത്താമരും മെക്കാനിക് ഫീൽഡ് പോയതാണ്. അതിലിപ്പോൾ പിടിച്ചിരിക്കുന്നത് നമ്മുടെ അത്തച്ച് മാത്രമേ ഉള്ളൂ. യൂട്യൂബിൽ ചാനൽ തുടങ്ങി. ഇവരെല്ലാം കാണുന്നത്. ഞാനും ഉണ്ട്. കൂടം ബ്രോ. അത് പറയുമ്പോൾ അത്താമ്മയ്ക്ക് ദേഷ്യമാണ് കേട്ടോ. ആ പേര് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും പേരിടാം. പക്ഷെ അത് എനിക്കൊരു ഊർജ്ജമാണ് ആൾക്കാരെങ്ങനെ വിളിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അത്താത്താടെ പേര് പറഞ്ഞില്ല, സെയ്ദ് മുഹമ്മദ് എന്ന് പറഞ്ഞു ആളുടെ ഇതെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടില്ല. അറിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി അണ്ണന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെ ആദ്യ കാലത്തെ ഡ്രൈവറാണെന്ന് പറയാം കാഞ്ഞിരപ്പള്ളിയിൽ. പുള്ളി ഇങ്ങനെ ലോറിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നമ്മുടെ നിലത്ത് കാല് കുത്തും. അത്രയ്ക്ക് ഹൈറ്റും ഓക്കെ, പിന്നെ കാലല്ല അതിൻ്റെ കൈ കുത്തുന്നല്ലേ. പേട്ടത്താടെ കാര്യം പറഞ്ഞ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. എനിക്ക് 36 വയസ്സായി, പറഞ്ഞു കണ്ടിട്ടില്ല.
അത്തത്താടെ അത്താന്ന് പറയുന്നത് അവർക്കെല്ലാം വലിയൊരു എന്നതും ഒരു പ്രയാസം, ഒരു വലിയൊരു ആള് വന്നതുപോലുള്ള ഒരു തങ്കന്മാരെ പോലെ അവര് അത്താത്തായെ സ്വീകരിച്ച കകച്ചാലില്. പേട്ടയത്താടെ കാര്യം കേട്ടോ പറയുന്നത്. നമ്മുടെ എൻ്റെ അത്തച്ചിയുടെ അത്താടെ കാര്യം കേട്ടോ പറയുന്നത്. പുള്ളി ഭയങ്കര ഹൈറ്റും വെയിറ്റ്. ആ ഒരു പ്രകൃതം കിട്ടിയിരിക്കുന്നത് അനുസൂത്താക്കല്ലേ, ആ ഒരു ശരീരത്തിൽ പകുതിയുള്ളൂ. അപ്പു കണ്ടില്ലേ, അപ്പു അത്താത്തായെ പോലെയാണ് പെരിയാറിലെ മാമ പറഞ്ഞേ. പേട്ടത്താനെ പോലെയോ? അത്താത്തായെ പോലെയാണ്. അതായത് ഞങ്ങളുടെ ഈ പേട്ടയത്താന്ന് പറയുന്നത് അത്തത്താടെ, ഈ പറഞ്ഞ അത്തത്താടെ അത്ത അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ പേരമക്കളി റാണി കിച്ചി എന്ന് പറഞ്ഞ മൂത്ത മാമിയുടെ മകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അത്ത എന്ന് പറയുന്നത് നല്ല ആചാര ബാഹുവായിരുന്നു, നല്ല പൊക്കവും വണ്ണവും, അതിനൊത്ത വണ്ണവും, നല്ല അധ്വാനിക്കുന്ന അന്നത്തെ കാലത്തെ ഡ്രൈവറായിരുന്നു. ഇന്നലെ പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ വന്നു, അന്ന് പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, മാനുവലായിട്ടുള്ള സംഭവം. അപ്പം ആ ഡ്രൈവിംഗ് കാലഘട്ടത്തിൽ നല്ല കൈയൂരിക്കോട് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പം പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അന്നത്തെ കൊച്ചു മനുഷ്യരുടെ ഇടയിൽ ചെന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല ആചാരബാഹുള്ള ആയിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. ആ ശരീരപ്രതിയെല്ലാം ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മനസ്സെല്ലാം പിഞ്ച് മനസ്സാണ് കേട്ടോ, കുഞ്ഞു പിള്ളേരുടെ മനസ്സാണ് കേട്ടോ. എവിടെയൊക്കെ പോയാലും ഉണ്ടല്ലോ അത്തായെ കാണുമ്പോഴത്തെ എല്ലാവർക്കും ഒരു ബഹുമാനമാണ്. എന്നറിയാവോ, എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു മനുഷ്യനെ ആരും കണ്ടിട്ടില്ല, ഇത്രയും ഹൈറ്റും വെയിറ്റും ഉള്ള മനുഷ്യനെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു വലിയ ബഹുമാനം അത്തായെ കാണുമ്പോൾ. അപ്പു ഏകദേശം ഒക്കെ ഉറ്റു വരുന്നുണ്ട്. അത്ര ഹൈറ്റ് ഇല്ലല്ലോ. അപ്പം അച്ചു കണ്ടോ, അത്താത്ത ഇരിക്കുന്ന പോലെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നതെന്ന്. അച്ചു അത്താത്ത ഇരിക്കുന്ന പോലെ ഞാൻ എപ്പോഴും ഓർക്കും, വേട്ടാത്ത ഇരിക്കുന്ന പോലെ ഇങ്ങനെ എപ്പോൾ നോക്കിയാൽ ഇങ്ങനെ ഒരുമാതിരി അപ്പു എന്ന് പറഞ്ഞാൽ എൻ്റെ അത്തച്ചിയുടെ അനിയൻ്റെ മകനാണ് കേട്ടോ. അവന് നമ്മുടെ പേട്ടയത്താടെ ഒരു ശരീരപ്രവൃത്തിയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത്താത്താടെ കാര്യമല്ലോ പറഞ്ഞത്. അതുപോലെ എൻ്റെ ഏറ്റവും ഇളയ അനിയൻ, ഞങ്ങളുടെ അനിയൻ, അവനും ഇതുപോലെ അത്താത്താടെ ഒരു ശൈലിയാണ്, പേട്ടയത്താടെ ഒരു ശൈലിയാണെന്ന് കേട്ടോ പറയുന്നത്. അത്താടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഇന്ന് വീഡിയോ എടുക്കുന്നതിന് താമസിച്ചു പോയി കേട്ടോ. എടുത്തെടുത്ത് വന്നപ്പോൾ ഇരുട്ടി കറക്റ്റ് മൈല് പോയി. അപ്പോൾ പള്ളിയിൽ കയറിയതാണ് കേട്ടോ. നമ്മൾ വന്ന് വണ്ടി ഇവിടെ, എൻ്റെ വണ്ടി ഇവിടെയും അണ്ണച്ചൻ്റെ വണ്ടി ഇവിടെയും വെച്ച് കേട്ടോ. എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് എല്ലാം എടുത്തു അതിനാ ഓവൈസ് ഇന്ന് ചാനലിച്ചോട് ചിലവാട്ടോ. ഓവൈസ് ഇവനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയാണ് കേട്ടോ. ഇവൻ ആദ്യം അടിച്ചതിനാടാ ഞാൻ കൂടമ്പുറത്ത് കറക്റ്റ് സ്പെല്ലിങ് പറഞ്ഞവൻ കിട്ടിയോ? ഓ ഗൈസ്, ഇവൻ ആദ്യം അടിച്ച പേര് മാറിപ്പോയി കേട്ടോ. നിൻ്റെ പേരെന്നാടാ? പ്രിൻസ്. കാഞ്ഞിരപ്പള്ളിയാ? മുണ്ടക്കയാണ് കേട്ടോ. ഗൈസ് നമ്മളങ്ങനെ ഇപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നേരെ പട്ടിമുറ്റം വന്നു. ഇനി ഇപ്പോൾ എടുത്ത വീഡിയോ ചവിട്ടി കുത്തി കയറ്റി എടുത്തി ഇടണം കേട്ടോ. ഓ ഗൈസ്, ഞാൻ നേരെ കാഞ്ഞിരപ്പള്ളിയിൽ നേരെ പട്ടിമുറ്റം വന്നു, വണ്ടി അവിടെ വെച്ചു. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇനി ഇവിടെ വന്ന് ഇന്നെടുത്ത് വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് ഇടണം കേട്ടോ. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവളെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് ഇവളുടെ വീട്ടുകാരോട് ആരാന്ന് രീതിയിൽ ആരോ പറഞ്ഞു കൊടുത്താൽ ഞങ്ങളെന്നെ ഗുണ്ടകൾ സംഭവങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. പിന്നെ അടുത്തറിഞ്ഞപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി പാവമാണ്. പിന്നെ അങ്ങനെ അതുപോലെ തന്നെ ഇന്നെടുത്ത വീഡിയോ ഫുള്ള് ചവിട്ടി കേട്ടണം കേട്ടോ. എഡിറ്റ് ചെയ്ത് ഫുള്ള് ഇടണം കേട്ടോ വയസ്സ്. അതേ സമയത്ത് ഇന്നലെ എടുത്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക വയസ്സ്.